ഹലോ നമസ്കാരം. നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ ബില്ലുകൾ അതാത് സമയങ്ങളിൽ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഫ്രീ സ്പേസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ. എല്ലാവരും ശരിക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. നിലവിലെ മുഴുവൻ കസ്റ്റമേഴ്സിനും അതാത് ദിവസത്തെ ബില്ല് അവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നില്ല നമ്മളെ ഫ്രീ സ്പേസിൻ്റെ ആപ്പ് തുറക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ഇതിൽ ഈ ന്യൂ ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു കസ്റ്റമർക്ക് ബില്ലടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുകളിൽ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ബാങ്ക് ആണോ വാലറ്റ് ആണോ എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ താഴെ നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്യും. ആ സമയത്ത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ഫ്രഷ്വെല്ലിൻ്റെ ഒരു ഫ്രഷ്വെല്ലിൻ്റെ ഒരു കമ്പനി അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ആ കമ്പനി അക്കൗണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രഷ്വെൽ അക്കൗണ്ട് കമ്പനി അക്കൗണ്ട് എന്ന് കാണിച്ചു. നമ്മുടെ കസ്റ്റമറുടെ പേര് കാണിച്ചു. ആ കസ്റ്റമറുടെ ബാലൻസ് 23,927 രൂപ തരാനുണ്ട് എന്നുള്ളത് അവിടെ കാണിച്ചു. ഇനി നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യും. ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ TM400 ഒരു 5 പീസ് നമ്മൾ സെലക്ട് ചെയ്തു. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്തു. ഡൺ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ഇൻവോയ്സ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കൽ. ഇത് ക്യാഷ് സെയിലാണെങ്കിലാണ് നമ്മളിങ്ങനെ കൊടുക്കുക. ക്രെഡിറ്റ് സെയിലാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ രൂപത്തിലാണ് കൊടുക്കുക. അപ്പോൾ ക്യാഷ് സെയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഏതാണെങ്കിലും അത് മുകളിൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ക്രിയേറ്റ് ഇൻവോയ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് ക്രിയേറ്റ് ആവും. നമുക്ക് അവിടെ നോക്കാൻ കഴിയും എന്ത് ഐറ്റംസ് കൊടുത്തുള്ളത്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, കസ്റ്റമർ ബാലൻസ് എത്രയാണ് എന്നുള്ളതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. 110 രൂപയുടെ സെയിലാണ് അടിച്ചുള്ളത്. 23,927 രൂപ കമ്പനി നമുക്ക് തരാനുണ്ട്. മുമ്പത്തെ ബാലൻസ് തരാനുണ്ട് എന്നുള്ളതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എഡിറ്റ് ചെയ്യാനും പ്രിൻ്റ് അടിക്കാനൊക്കെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് താഴെ അപ്രൂവ് എന്നുള്ള ബട്ടൺ, അതാണ് നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്യൽ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബില്ല് അപ്രൂവ് ആയി കഴിഞ്ഞു. ലോഡ് ആവുന്നുണ്ട്. ഇത് അപ്രൂവ് ആണെന്ന് കാണിച്ചു. അവിടെ നമുക്ക് ഡാറ്റകളൊക്കെ കാണിച്ചു. ഈ ബില്ല് ക്ലോസ്ഡ് ആയി എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐറ്റം ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ അവിടെ താഴെ വാട്സപ്പിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. ഇടത് ഭാഗത്ത് ഏറ്റവും താഴെ ഇടത് ഭാഗത്തായിട്ട് വാട്സപ്പിൻ്റെ ഒരു ചിഹ്നം കാണുന്നു. പിന്നെ PDF ഡൗൺലോഡ് 3 ചിഹ്നങ്ങളാണ് കാണുന്നത്. അതിൽ വാട്സപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ ഫ്രീ സ്പേസിൻ്റെ സോഫ്റ്റ്വെയറിൽ കസ്റ്റമറുടെ ഏത് വാട്സപ്പ് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ വാട്സപ്പ് നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഒരു മെസ്സേജ് പോകും. കമ്പനിയിൽ നിന്നുള്ളൊരു മെസ്സേജ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ 2 വാട്സപ്പ് കാണിക്കുന്നുണ്ട്. പേഴ്സണൽ വാട്സപ്പ് കാണിക്കുന്നുണ്ട്, താഴെ ബിസിനസ് വാട്സപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി നമ്പർ ഏത് വാട്സപ്പിലാണോ ആ വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. എൻ്റെ കമ്പനി നമ്പർ വാട്സപ്പ് ബിസിനസ്സിലാണ്. ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ നമ്പറിലേക്ക് കണ്ടോ 9496696665 എന്ന് പറയുന്ന കമ്പനിയിൽ ഈ സോഫ്റ്റ്വെയറിലെ കസ്റ്റമറുടെ ഫോൺ നമ്പർ ഏതാണോ അതിലേക്ക് പോയി ജസ്റ്റ് സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു മെസ്സേജ് പോയി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക് യു ഫോർ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് മെസ്സേജ് അവരുടെ ഒരു റെസ്പോൺസ് നമ്മൾ കൊടുത്തു. അതിനുശേഷം ക്യാഷ് ഇൻവോയ്സ് ആണ് നടത്തിയത്. 110 രൂപയുടെ സെയിലാണ് നടത്തിയത്. അത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്താണ് നടത്തിയത്. കസ്റ്റമറുടെ ബാലൻസ് 23,927 രൂപയാണ് എന്നുള്ളതും കാണിച്ചു. ഇപ്പോൾ ഈ 110 രൂപ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ക്യാഷ് ബില്ലാണ് അടിച്ചുള്ളത്. അതിനുശേഷം ബാലൻസ് 23,927 ഉണ്ട് എന്നുള്ളത് കാണിച്ചു. ഈ ഒരു ബില്ല് എല്ലാ കസ്റ്റമർക്കും നിങ്ങൾ എല്ലാ ദിവസവും അയക്കണം. അപ്പോൾ കസ്റ്റമർ പൈസ തന്നോ തന്നില്ലേ സംശയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ താഴെ ക്ലിക്ക് ഹെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണുന്നില്ലേ, ഈ ലിങ്കിൽ കസ്റ്റമർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു PDF ഓപ്പൺ ആവും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ ഒരു PDF അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു PDF ഓപ്പൺ ആവും. ആ PDF ഡൗൺലോഡ് അഗെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. ആ ഡൗൺലോഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബില്ലടിച്ച ബില്ലിൻ്റെ ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി, അതായത് PDF ആയിട്ടുള്ള ഒരു ബില്ല് നമ്മളിപ്പോൾ കസ്റ്റമർക്ക് ബില്ലടിച്ചത് ഫ്രഷ്വെൽ കമ്പനി അക്കൗണ്ട് എന്ന് പറയുന്ന കസ്റ്റമർക്ക് ഫോൺ നമ്പർ, ഇന്ന് എത്ര രൂപയുടെ എമൗണ്ട് ആണോ ബില്ലടിച്ചത്, ഇത് കറക്റ്റായിട്ട് ആരാണ് ബില്ലടിച്ചത്, എപ്പോഴാണ് ബില്ലടിച്ചത് എന്നുള്ള കറക്റ്റായിട്ട് അവർക്ക് അതിൽ കിട്ടാനും പറ്റും. ഇത് എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി ഇവിടെ ബില്ലടിക്കുന്ന സമയത്ത് ബാക്കിൽ വന്നൊരു ബില്ലടിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ബില്ലാണ് അടിക്കുന്നത് വിചാരിക്കും. ക്രെഡിറ്റ് ബില്ലാണ് അടിക്കുന്നത്. നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഫ്രഷ്വെൽ കമ്പനി അക്കൗണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ്വെല്ലിൻ്റെ കമ്പനി അക്കൗണ്ട് 23,927 രൂപ വന്നിട്ടുണ്ട്. ഞാൻ ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. TM500 അല്ലെ ഒരു SM450 ഒരു 10 പാക്കറ്റ് SM450 ഞാൻ ബില്ലടിച്ചു. അവിടെ ക്രെഡിറ്റ് ബില്ലാണ് സെലക്ട് ചെയ്തത്. മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ക്രെഡിറ്റ് ബില്ലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുത്തു. 290 രൂപയുടെ സാധനമാണ്. ആ കസ്റ്റമർ നിലവിൽ 23,927 രൂപ നമുക്ക് തരാനുണ്ട്. 290 രൂപ ഞാൻ അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. നേരത്തെ കാണിച്ച പോലെ
ഏറ്റവും താഴെ കാണിക്കുന്നുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത് 23,927 രൂപയായിരുന്നു. ഇന്നത്തെ സെയിൽ 290, ടോട്ടൽ 24,217 രൂപ. ഇത് ഇനി ആ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വാട്സപ്പിൻ്റെ ഞാൻ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ കണ്ടോ, ഏറ്റവും താഴെ വന്ന ഇത് കണ്ടോ, 290 രൂപയുടെ സെയിൽ നടത്തി. കസ്റ്റമർ ഇപ്പം കറണ്ടിലെ ബാലൻസ് 24,217 രൂപയാണ്. അവിടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു PDF നമ്മൾ എന്താണോ ഏത് ഐറ്റാണോ SM 450 10 പീസ് 290